അല്ലെ സമൂഹം, ജ്ഞാനായ സമൂഹം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതൊരു പാർട്ട് ആൻഡ് പാഴ്സലായിട്ടാണ് വാസ്തവത്തിൽ നിൽക്കുന്നത് ജ്ഞാനായ കമ്മ്യൂണിറ്റി എന്നുള്ളത്. അപ്പം അതിൻ്റെ ആ സാധാരണഗതി നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ദൈവം തമ്പുരാൻ, അത് കഴിയുമ്പോൾ പരിശുദ്ധ സഭയും കഴിഞ്ഞാൽ ജ്ഞാനായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും, നമുക്ക് ജ്ഞാനായ സമൂഹം സമുദായത്തോടുള്ള കൂറിൻ്റെ തെളിവ് ഇത് ഈ ജനറേഷനിൽ തുടങ്ങിയതല്ല. നിങ്ങൾക്കറിയാം, ദ വെരി നെയിം ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് ഈസ് മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായ ഭരണഘടന, നോട്ട് the archdiocesan constitution or diocesan constitution or church constitution. No, സമുദായ കോൺസ്റ്റിറ്റ്യൂഷൻ. സമുദായം എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ മലയാളം വേർഡ്. സമുദായം, ദാറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി. അപ്പം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് സജീവണിക്ക് ഇങ്ങോട്ട് എത്രയും അല്ല ഇരിക്കണമെങ്കിൽ ഇങ്ങോട്ട് ഇതുണ്ട് നല്ല ഫ്രീ ആയി. സമുദായ ഭരണഘടന എന്ന് പറയുമ്പോൾ അത് ലോകത്തൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല സമുദായത്തിനൊരു ഭരണഘടന. ഇപ്പോൾ നമ്മുടെ കാത്തലിക് ചർച്ച് എടുത്താലും നമുക്ക് ദർ ഇസ് നത്തിങ് ടു ഹൈഡ്. മാർത്തോമ എടുത്താലും CSI എടുത്താലും അത് സീറോ മലബാർ എടുത്താലും സീറോ മലങ്കര എടുത്താലും അല്ലെ മറ്റേതൊരു ചർച്ച് എടുത്താൽ പോലും സമുദായ ഭരണഘടന എന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാനായില്ലതാനും നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയും. അവിടെ എല്ലാം പറയുന്നത് ഡയോസിഷൻ അല്ലെങ്കിൽ ചർച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് ഇറ്റ് ഈസ് നമ്മുടെ ഈ ഭരണഘടനയൊക്കെ maybe crude form, but crude form that is started in 1882. അപ്പോൾ അന്ന് തന്നെ നമ്മുടെ ആ ജനറേഷനിൽ പെട്ടവർക്ക് നമ്മുടെ പ്രീവിയസ് ഫോർമർ അല്ലെങ്കിൽ ജനറേഷൻസിന് പോലും അവർക്ക് സമുദായം എന്ന് എഴുതാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ച വികാരം, അതാണ് നമ്മൾ അറിയേണ്ടത്. അവരോട് ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ എഴുതണം? ഇന്നൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അവർ കരുതിയില്ല. വെളിയനാട് സെയിന്റ് സ്റ്റീഫൻസ് സ്തേഫാനോസ് പള്ളിയുടെ മാളികയിൽ വെച്ചാണ്, പള്ളി മാളികയിൽ വെച്ചാണ് ഇത് എഴുതുന്നത്, ആദ്യമായിട്ട് കൂടി തുടക്കം കുറിക്കുന്നത്. അത് ഇതുപോലുള്ള ഫുൾ ഫ്ലെഡ്ജഡ് അല്ല, ഡെവലപ്ഡ് അല്ല. പക്ഷേ അന്ന് എഴുതിയപ്പോഴും സമുദായമെന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അസോസിയേഷൻ റൂൾസ്, ജ്ഞാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ റൂൾസ് പല പേരിലുണ്ട്. പക്ഷേ സമുദായം എന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഞാനീ പറഞ്ഞതിൻ്റെ ചുരുക്കം സന്തോഷത്തോടെ പറയും, നമ്മുടെ സമുദായത്തോടുള്ള കൂറും വിധേയത്വവും വിശ്വസ്തതയും എന്താണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കനാനായി കത്തോലിക്ക കോൺഫറൻസ് ഇപ്പോൾ ഷിക്കാഗോയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് സംബന്ധിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം അതാണ്, കനാനായ കത്തോലിക്ക ആ സമുദായത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ആ മീറ്റിങ്ങിലും പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ആരോടും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ഒരു വളരെ നാട്ടിലെ ഭാഷ പറയാൻ ഒരു വളരെ വർഗീയ കക്ഷി പോലെയുള്ള ഒരു ഗ്രൂപ്പാണ് എങ്കിൽ നമുക്കൊരിക്കൽ പോലും അടുത്ത് പോരെ കം ക്ലോസർ. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇന്ന് കർണാടകയിലെ നമുക്കറിയാം KJ ജോർജ് കേളചന്ദ്ര ഈ സെക്കൻഡ് ഇൻ കമാൻഡ് ഇൻ ദ ഗവൺമെന്റ് ഈസ് ദ ഹോം മിനിസ്റ്റർ. അപ്പോൾ ഈ ഒരു രാജ്യത്ത് നമ്മുടെ കേരളത്തിൻ്റെ 3 ഇരട്ടി, ഏകദേശം എനിക്ക് തോന്നി ഒരു 6-7 crores ആണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കർണാടകയുടെ പോപ്പുലേഷൻ. 6-7 കോടി ജനമുള്ള ഒരു സ്റ്റേറ്റിൽ അവിടുത്തെ ഹോം മിനിസ്റ്റർ ആയത് അദ്ദേഹം. ഗ്രാനായക്കാർ എത്ര പേരാണ് കർണാടകയിലുള്ളത്? അപ്പോൾ ആളുകൾ ഇതേ ഒരു കർണാടകക്കാരന് ഒരു വർഗീയവാദിയാന്ന് പറഞ്ഞാൽ ആരാ വോട്ട് ചെയ്യുന്നത്? ഏറ്റവും വലിയൊരു നെഗ്ലിജിബിൾ മൈനോറിറ്റിയാണ് തീർച്ചയായിട്ടും ജ്ഞാനായ സമൂഹം എന്ന് പറയുന്നത് കർണാടക. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം ഹൗ ഹി ബിക്കെയിം ദി ഹോം മിനിസ്റ്റർ ഓഫ് കർണാടക? അപ്പോൾ ഇത് കോൺക്രീറ്റ് എവിഡൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓർ അപ്രോച്ച്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്. ഇന്ന് തന്നെ നമുക്ക് തന്നെ നമ്മുടെ രാജു എബ്രഹാം MLA റാന്നി ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണ് കൺസിക്യൂട്ടീവായിട്ട് അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്, MP-മാരെ, മിനിസ്റ്റേഴ്സ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് പഞ്ചായത്ത് ലെവലിലെ ത്രിതല പഞ്ചായത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് നമുക്ക് ആരോടും അതുകൊണ്ട് യാതൊരു വിധമായ സ്നേഹക്കുറവോ താല്പര്യക്കുറവോ ഒന്നുമില്ല.
പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് എങ്ങനെ വേറൊരാളോട് നമുക്ക് ഇഷ്ടക്കുറവോ അവരെ നമ്മളൊരു സെക്കൻഡ് റേറ്റ് സിറ്റിസണായിട്ട് കാണുമ്പോഴേ നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് പറയാനൊക്കെ. നമ്മളെക്കുറിച്ച് നമ്മുടെ ചില കൺവിക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാ ഡിസ്ക്രിമിനേഷൻ? ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മളെ നിലനിർത്തിയത്. ഒരിക്കൽ പോലും നിങ്ങളെ പ്രത്യേകിച്ചും ഞാൻ യൂത്തിനോട് പ്രത്യേകം എനിക്ക് പറയാൻ ഓർമ്മപ്പെടുത്താൻ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് ദ ട്രൂത്ത്. ഇറ്റ് ഈസ് റിയലി എ ഫാക്ട്. അതായത് ഒരു ഹാർഷ് റിയാലിറ്റി എന്ന് വേണേൽ പറയാവുന്ന ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എക്കാലത്തും നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ആയിരുന്നു ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മളെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട വലിയൊരു പ്രധാനം എടുത്തു പറയാൻ വന്നത്, ഈ 4th century മുതൽ അപ് ടു 19th century നമുക്ക് we had no bishops exclusively for the Knanaya community. We didn't have, or we haven't had, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ് ടു 19th century നമുക്കൊരു ബിഷപ്പിനെ കിട്ടുന്നത് ആസ് all of you know only in 1910. അപ്പോൾ ഈ 1910 വരെ AD 345 മുതൽ 1910 വരെ നമുക്ക് ബിഷപ്പ് ഇല്ലാതിരുന്നു. അപ്പോൾ ആരാ ഇങ്ങനെ ക്നാനായ കമ്മ്യൂണിറ്റി നിലനിർത്തണമെന്ന് പറഞ്ഞു തന്നത്? ആരാ? നമുക്ക് ഒരു ബിഷപ്പും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ജനങ്ങളുടെ വികാരമായിരുന്നു. ഒരു ഫീലിംഗ് ഓഫ് ദ പീപ്പിൾ, ആസ്പിറേഷൻ, അവരുടെ ഡ്രീം, വിഷ്, ഡിസയർ, അതാണ് കാണിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു ഇമ്പോസ് ചെയ്ത, ഇറ്റ് ഈസ് നെവർ ആൻ ഇമ്പോസ്ഡ് റിയാലിറ്റി. നിങ്ങളിങ്ങനെ ചെയ്യണം ആരാ പറഞ്ഞ? ആരും പറഞ്ഞില്ല. ഇപ്പോൾ ഈ ചമ്മാച്ചന് തന്നെ അറിയാം. നമ്മുടെ ചമ്മാച്ചൻ ഇങ്ങനെ വന്ന ചമ്മാച്ചന് ഞങ്ങളെ